ഹായ് മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്നതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റിയൽമി നാർസോ 10ന്റെ ഒരു ക്യാമറ റിവ്യൂ ആണ്. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറെ കാലമായിക്കണു. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ പറ്റിയുള്ള റിവ്യൂ ഇടുകയും ചെയ്തിരിക്കണു. ക്യാമറ റിവ്യൂവിന് ഒരുപാട് ആൾക്കാർ ഇട്ടുക്കണു. എങ്കിലും ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ അത് കുറച്ച് ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ക്യാമറക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി സംഭവങ്ങളും അത്യാവശ്യം നല്ലൊരു ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ റിയൽമി നാർസോ 10. അത് ഇറങ്ങിയതിനേക്കാളും ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് അതിന്റെ വില കുറയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതിന്റെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നു. അപ്പൊ എന്തായാലും ഇനി നേരെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിയൽമി നാർസോ 10ന്റെ ഒരു ബാക്ക് ക്യാമറ വിഷ്വലാണ്. അപ്പോൾ ഞാനിപ്പോൾ 180p at 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമൽ സ്പീഡിൽ ഹാൻഡ് ഹെൽഡായിട്ട് നടക്കുന്നു, നോർമൽ സൗണ്ടിൽ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ വോയിസ് ക്യാപ്ചറിങ്ങും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു ഫോണിൽ കാണുന്ന വിഷ്വൽസിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു വിഷ്വൽ ക്വാളിറ്റി ഇതിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു സ്റ്റെബിലൈസേഷനൊന്നും നിങ്ങളിത് പ്രതീക്ഷിക്കരുത്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സൂമിങ് 2x ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത്. ഇനി ഇത് 5x മാറ്റാം. 5x ഇടുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ സൂം ചെയ്യുന്നിടത്തോളം അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കുറഞ്ഞ് വരും. പിന്നെ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 10x കിട്ടുന്നൊരു വീഡിയോ ക്വാളിറ്റിയാണ്. കുഴപ്പമില്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാനിത് 1x മാറ്റി. ഹായ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിയൽമി നാർസോ 10ന്റെ ഒരു ഫ്രണ്ട് ക്യാമറ വിഷ്വലാണ്. ഞാൻ ഒറ്റ കയ്യിലാണ് ഫോണിപ്പോൾ പിടിച്ചിട്ടുള്ളത്, ഹാൻഡ് ഹെൽഡാണ്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷൻ നമ്മുടെ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വോയിസ് എത്രത്തോളം ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ വോയിസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെയാണ് ജഡ്ജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു വിഷ്വൽ ക്വാളിറ്റി ഇത് തരുന്നുണ്ട്. ഒരു കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ മച്ചാന്മാരെ, ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും കിട്ടുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സ്റ്റെബിലൈസേഷനും അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന ഓഡിയോ വോയിസ് ഓവർ കൊടുത്ത ഓഡിയോ ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഇതിലെ ഒരു സ്ലോ മോഷന്റെ ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സ്ലോ മോഷൻ എഫക്റ്റ് ഒക്കെയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാണുന്നത്. സ്ലോ മോഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ അവിടെ വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോൾ 2 സ്ലോ മോഷൻ ക്ലിപ്പാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി, അതായത് 720p, അതായത് ഫുൾ HD ഒരു സ്ലോ മോഷനാണ് നമുക്ക് ഇതിൽ എടുക്കാൻ കഴിയുക. എന്തായാലും വിവോന്റെ ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. വലിയ കുഴപ്പമില്ലാത്ത 120 FPS ആണ് ഇതിന്റെ സ്ലോമോ. പിന്നെ ഇപ്പൊ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റിനോട് വളരെ ക്ലോസ് ആയിട്ട് എടുക്കുമ്പോഴുള്ളൊരു ഓട്ടോ ഫോക്കസിങ് ആണ്. ഓട്ടോ ഫോക്കസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു റേഞ്ചിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള തന്നെയാണ്. വലിയ ഓവർ സാച്ചുറേറ്റഡ് വിഷ്വൽസും കാര്യങ്ങളൊന്നുമല്ല നമുക്ക് കിട്ടണത്. ഇപ്പൊ ഈ ഒരു ക്വാളിറ്റി ഡയറക്റ്റ് സൺലൈറ്റിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കണം കേട്ടോ. പിന്നെ ചില സമയത്ത് ചെറുതായിട്ടുള്ള ഒരു ഫോക്കസിന്റെ ഇഷ്യൂ, അതായത് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ഒരുപാട് അടുക്കുമ്പോൾ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഈ ഫോണത്തെ ഏതോ ഒരു എഫക്റ്റിന്റെ എവിടെയൊക്കെ കൈയട്ടിയപ്പോഴുള്ള ഒരു അവസ്ഥയാണ് കേട്ടത്. ഒബ്ജക്റ്റ് ഫോക്കസും ബാക്കിയുള്ളതോടെ എന്തൊക്കെ കുലുങ്ങി തെറിച്ച മാതിരി ഇങ്ങനത്തെ എന്തൊക്കെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇപ്പം ഞാനിനി കാണിക്കാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് പതിയെ പിന്നിലേക്ക് പാൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് എത്രത്തോളം ഫോക്കസിൽ നിൽക്കുന്നുള്ള കാര്യമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതേ സംഭവം മുന്നിലേക്ക് ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റിലേക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് പോവുകയാണ്. വളരെ ചെറിയ ഒബ്ജക്ട്സൊക്കെ ആണെങ്കിൽ ഒരു ഫോക്കസിങ് പ്രോബ്ലം അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് പരിഗണിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയാം. വീഡിയോസിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് ഇനി നമുക്ക് റാൻഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പൊ ഈ ഒരു സാമ്പിളുകളൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇതൊക്കെ ഇപ്പൊ നോർമൽ ഇതിലിട്ടാട്ടോ. ഈ ഒരു ഫോട്ടോ സൂം ചെയ്തെടുത്താണ്.
പിന്നെ അതേപോലെ ഈ ഒരു ഫോട്ടോ മാക്രോ മോഡിൽ ഇട്ടെടുത്തൊന്നല്ല, മാക്രോ മോഡ് 5 പൈസക്കില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. അത് ഈ ഒരു പ്രൈസ് റേഞ്ച് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഫോട്ടോസിന്റെ കാര്യത്തില് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇനി ഞാൻ എന്തായാലും റാൻഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതില് വൈഡ് ആംഗിൾ ഫോട്ടോസ് ഉണ്ട്, നോർമൽ ആംഗിൾ ഫോട്ടോസ് ഉണ്ട്, 1-2 മാക്രോ ഫോട്ടോസും ഉണ്ട്. അപ്പോ നോർമൽ ആംഗിൾ ഫോട്ടോസിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് മാക്രോ ലെൻസ് വെച്ചെടുത്തൊരു ഫോട്ടോ ആണ്. അതിന്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു മൈനസ് പറയാനുള്ളത്. ബാക്കി വൈഡ് ആംഗിളും അതുപോലെ തന്നെ നോർമൽ ആംഗിളും അതിലെ കളേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളി തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഫോക്കസ് ചെയ്തെടുക്കുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ വൈഡ് ആംഗിളിന്റെ കാര്യം അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളി തന്നെയാണ്. സൂം ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ബാക്കി നിങ്ങൾ കമന്റ് ആയിട്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ സെൽഫീസ് ഈ പറഞ്ഞ മാതിരി വലിയൊരു കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് ഈ ഒരു ഓവർ ബ്യൂട്ടിഫിക്കേഷൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ചുണ്ട് ചോപ്പിക്കലും മൊത്തത്തിലൊരു വെളുപ്പിക്കലൊക്കെ, അതൊക്കെ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ആക്കി കഴിഞ്ഞാലും ചെറുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൽഫി പോർട്രേറ്റ്സും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്കുള്ള പോർട്രേറ്റ് എഫക്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും മൊത്തത്തിൽ സെൽഫീസ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉള്ള സെൽഫികളാണ്. പിന്നെ പോർട്രേറ്റ് മോഡ് വന്നു കഴിഞ്ഞാലുള്ളൂ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ. ഞാൻ 1-2 ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴും വലിയ മെച്ചൊന്നുമില്ല. ഇനി ബാക്ക് ക്യാമറയിലെ പോർട്രേറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളിയാണ്. ഇതുപോലത്തെ റിസൾട്ട് നിങ്ങൾക്ക്